മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉപയോഗിച്ച ഭാഷയുണ്ട്. ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പോലും ഹിന്ദിയിൽ ആയിരുന്നു സംസാരം. കാൺപൂർ IITയിൽ പഠിച്ച, ഹാർവാർഡിൽ ഉപരിപഠനം നടത്തിയ ഗ്യാനേഷ് കുമാർ സ്വന്തം പേരിനെ കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. ഗ്യാനേഷ് അല്ല, മലയാളത്തിൽ ജ്ഞാനേഷ് ആണെന്നാണ് ആ അഭിമാനത്തോടെയുള്ള വർത്തമാനം. ഈ കമ്മീഷണർക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ എന്ന സംശയമാണ് വാർത്താ സമ്മേളനം കണ്ട ബഹുഭൂരിപക്ഷത്തിനും ഉണ്ടായത്. S. കൃഷ്ണകുമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നതിന്റെ റെക്കോർഡ് ഗ്യാനേഷ് കുമാറിനാണ്. ദർബാർ ഹാൾ മൈതാനത്തിലെ പുൽത്തകിടിയൊക്കെ തന്റെ ഭാവനയിൽ വിരിഞ്ഞ പദ്ധതികളാണെന്ന് ഗ്യാനേഷ് അവകാശപ്പെടാറുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമല്ല, അത്യാവശ്യം ഫ്രഞ്ച് വരെ അറിയാവുന്നയാളാണ്. ഭാഷ അറിഞ്ഞിട്ട് കാര്യമില്ല, എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം. ഏതു ചോദ്യം വന്നാലും ആദ്യം പറഞ്ഞത് തന്നെ ഹിന്ദിയിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് എന്തിനു വേണ്ടിയാണ്? വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യത്തിനും മറുപടി ഉണ്ടായില്ല. അതോടെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ പ്രസക്തി പല മടങ്ങ് വർദ്ധിച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും പരിഹാസ്യമായ സ്ഥിതി മുമ്പ് ഉണ്ടായിട്ടില്ല. BJPയുടെ പാർട്ടി ഓഫീസിൽ നിന്നെന്നതുപോലെ ആയിരുന്നു സംസാരമെന്നാണ് ഉയർന്ന വിമർശനം. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് തോന്നുന്നത് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൂടി സംശയമറയിലായാൽ പിന്നെ പാവങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയും ബാക്കിയില്ല എന്ന് പറയേണ്ടി വരും. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.